നമസ്കാരം, റോൾടെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ മെറ്റീരിയലുമായിട്ട് വന്നിരിക്കുകയാണ്. ടാലിക്ക 2 ഷെയ്ഡുകളിലാണ് കിട്ടുന്നത്, സിൽവർ ആൻഡ് ഗോൾഡ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബേസ് കളർ അടിച്ചിട്ടുണ്ട്. ബേസ് ബ്ലാക്കിലാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. ബ്ലാക്കിൻ്റെ മുകളിൽ സിൽവർ ചെയ്യാനാണ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബ്ലാക്കിൽ സിൽവർ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീനിൽ സിൽവർ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചെയ്യാം. ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കും സിൽവർ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്, ബ്ലാക്കും ഗോൾഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു തരിതരിപ്പുള്ളൊരു മെറ്റീരിയലാണ്. അത് ഗ്ലിറ്ററിംഗ് ഇല്ല, പക്ഷേ മെറ്റാലിക് ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഞാൻ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ നമുക്ക് എക്സ്റ്റീരിയർ ചെയ്യാം, ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ടാലിക്ക. അപ്പോൾ ഇതിൻ്റെ ടൂൾസ് എന്ന് പറഞ്ഞാൽ ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രഷ് നമ്മൾ റാൻഡം ഒരു ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് കവർ ചെയ്ത് അടിക്കാം. അതിനുശേഷം ഇതൊന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേക്കും ബ്രഷിനിങ്ങനെ ഇതിന് കുറേ തരികളുണ്ട്. ഈ തരികളെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഐലൻഡ് പോലെ വെച്ചിട്ട് കൂടുതൽ ടൈറ്റ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലൊരു 200 ml 300 ml വെള്ളം നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു ലിറ്ററിൽ 200 ml വെള്ളം ആഡ് ചെയ്തിട്ടാണ് അതിൽ നമ്മളിത് ഈ ഒരു പാറ്റേണിലേക്ക് എത്തിക്കുന്നത്. ഇത് ഓരോരുത്തരും അഭിരുചിക്കനുസരിച്ച് 300 ml 400 ml ചേർക്കാം, കുഴപ്പമില്ല രീതിയിൽ. അപ്പോൾ നമ്മളിത് ഒരു 2 വട്ടം അപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ്. ഫസ്റ്റ് കോട്ട് ഇതുപോലെ നമ്മൾ ഐലൻഡ് വെക്കുക, പെട്ടെന്ന് ഉണങ്ങില്ല. ഇന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മാത്രം ഈ ഐലൻഡ് ഇങ്ങനെ ലയിപ്പിച്ചെടുക്കാൻ മതി. കവർ ചെയ്ത് മാക്സിമം ബേസ് കാണാത്ത രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കുക. ബ്രഷ് സ്ട്രോക്സ് കുറച്ചിട്ട് ഈ ലൈൻസൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ച് അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ആ ഗ്രിപ്പുകളെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്ന് ചെയ്യും. ഇനി അഥവാ ബ്രഷിന് നമുക്ക് വലിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഐലൻഡ് പതിക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഒരു ഐലൻഡ് നമുക്ക് തെളിഞ്ഞ് വരും. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഇതുപോലെ തന്നെ ഫുൾ അടിക്കുക. അതിനുശേഷം സെയിം മെത്തേഡ് തന്നെ സെക്കൻഡ് കോട്ട് അടിക്കുക. സെക്കൻഡ് കോട്ടിൽ വർക്ക് ഫിനിഷ് ആയിരിക്കും. ഇതിനകത്ത് ക്ലിയർ കോട്ട് കാര്യങ്ങളൊന്നും പറ്റില്ല. എക്സ്റ്റീരിയർ അടിക്കുകയാണെങ്കിൽ മാത്രം ക്ലിയർ കോട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടാലിക്ക ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ മാത്രം മതി. സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഈ മെറ്റീരിയൽ ഒരു ചെറിയ തരി ഉള്ളതുകൊണ്ട് ഈ തരി ആ കട്ടിക്ക് തന്നെ നമ്മൾ അടിക്കണമെങ്കിൽ ഈ ഗ്യാപ്പുകളെല്ലാം ഫില്ലായി പോകും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഒരു 300 ml ലിറ്ററിൽ ഇപ്പോൾ നമ്മൾ ആദ്യം വന്ന് ഫസ്റ്റ് കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 300 ml ആഡ് ചെയ്യാം. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോഴും 300 ml ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നമ്മളുടെ ഓരോ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ ഐഡിയയിൽ നമുക്ക് ചെയ്യാം. ഈ ഐലൻഡ് വലുതാക്കാം, ചെറുതാക്കണം. ഇപ്പോൾ ഈ തരികൾ നിങ്ങൾക്ക് കാണാം. ഈ തരികളൊക്കെ ഇച്ചിരി അടുപ്പിക്കാം, ഇച്ചിരി കൂടി വീതിച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഐഡിയയിൽ ചെയ്യാം. ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ലയിപ്പിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഐലൻഡ് പോലെ ആക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണം കുറച്ചും കൂടി അടുപ്പിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കണം. അപ്പോൾ കുറച്ച് തരി ഇല്ലാത്ത ഭാഗവും കുറച്ച് തരിയുള്ള ഭാഗവും കാണാൻ പറ്റും. ഇനി നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ തരിയൊക്കെ ഒന്നും കൂടി ഇച്ചിരി കട്ടി കൂടിയിട്ട് ഈ ഭാഗം കുറച്ചും കൂടി സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് കോട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ജോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് സെക്കൻഡ് കോട്ടിൽ കവറിങ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണം എങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ 300 ml സെക്കൻഡ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 300 ml വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഇതേപോലെ തന്നെ സെക്കൻഡ് കോട്ട് സെയിം മെത്തേഡ് ചെയ്യുക. പിന്നെ ഈ തരി ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ മാറ്റിയെടുക്കുക. തരിയില്ലാത്ത ഭാഗം അതേപോലെ തന്നെ നിർത്തുക. തരിയുള്ള ഭാഗത്തേക്ക് കൂടുതൽ മെറ്റീരിയൽ കയറും.
ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതേപോലെ ബ്രഷിൻ്റെ സ്ട്രോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ലയിപ്പിച്ച് ആ തരിയുള്ള ഭാഗത്തേക്ക് ഒന്നും കൂടി തരിയാക്കുക, തരിയില്ലാത്ത ഭാഗം അങ്ങനെ പ്ലെയിനായിട്ട് തന്നെ ആക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം സെക്കൻഡ് കോട്ട് ഫിനിഷിംഗ് ആയി ഡ്രൈ ആയി വരുന്നു. ഡ്രൈ ആയി ഓൾമോസ്റ്റ് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നമുക്കിത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ മെറ്റാലിക് ഉണ്ടെങ്കിലും അധികം ഗ്ലിറ്ററിങ് ഇതിനകത്ത് എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഇത് സിൽവറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേസ് നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ട് അതിനകത്ത് സിൽവറാണ് നമ്മൾ ആഡ് ചെയ്തത്. സിൽവറാണ് മെറ്റീരിയൽ. അതിനകത്ത് നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ബ്ലാക്കും ഗ്രീനും വേണമെങ്കിൽ ഈ സിൽവറിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ സ്റ്റെയിൻ ഇട്ടുണ്ടെങ്കിൽ ഗ്രീനായിട്ട് അടിക്കാം. അത് നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെ ചെയ്യാം. ബേസ് മാറ്റണമെങ്കിൽ ബേസ് മാറ്റാം. ബേസ് ഉദ്ദേശിച്ചത് ആ പ്രീമിയം കളർ ഏതാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു കളർ മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ കോമ്പിനേഷൻസുകൾ കുറേ ചെയ്യാം. കൂടുതലും നമ്മൾ ചെയ്യുന്നത് ബ്ലാക്കും സിൽവറും കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ഗ്രേ ടോണിൽ കിട്ടും. ഗ്രേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഷെയ്ഡുകളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് സ്റ്റെയിനറുകൾ മിക്സ് ചെയ്ത് പല കളറിലേക്ക് ആക്കി ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് ടാലിക്ക ഡിസൈൻസ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. റോയൽ ടെക്സിൻ്റെ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.